ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആദ്യത്തെ പൗർണമിയാണ് ഇന്ന് വൈകുന്നേരം ആരംഭിക്കുന്നത്. നമുക്കറിയാം, വെള്ളിയാഴ്ചയും പൗർണമിയും ഒന്നിച്ചു ചേരുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആണ്. അത് നമുക്ക് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് 2026 സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം ചെയ്യേണ്ടുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു ചെറിയ അർച്ചനയെക്കുറിച്ചാണ്. ഇത് വളരെയധികം ഈസിയാണ്. ആർക്ക് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. വലിയ പൂജകളൊന്നും ഇതിനാവശ്യമില്ല. ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് ധനവരവാണ്. നല്ല രീതിയിലുള്ള സമ്പൽ സമൃദ്ധി ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് തിരുവാതിര വ്രതത്തെക്കുറിച്ചുള്ള പൂജ പ്രാർത്ഥനകൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നലെ കാണാത്തവരൊക്കെ ചെയ്യണം. ഇന്ന് മകയിരമാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് വ്രതമെടുക്കേണ്ടത് ഇന്നാണ്. നാളെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടും പുണർദം നക്ഷത്രത്തിൽ സഹോദരന്മാർക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ വ്രതമെടുക്കുന്നത്. അതേപോലെ തന്നെ 2025 മുഴുവൻ നമ്മുടെ കയ്യിൽ ധനമുണ്ടാവാൻ നമ്മൾ നമ്മുടെ കയ്യിൽ എഴുതേണ്ടുന്ന ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചും ഈ 2 വീഡിയോസും കാണാത്തവർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും ലിങ്ക് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൗർണമി തിഥിയുടെ ആരംഭം എപ്പോഴാണെന്ന് നോക്കാം. പൗർണമി തിഥി ആരംഭിക്കുന്നത് ജനുവരി 2 വെള്ളിയാഴ്ച വൈകുന്നേരം 6:54 കൂടിയിട്ടാണ്. തിഥിയുടെ അവസാനം പിറ്റേ ദിവസം ശനിയാഴ്ച ജനുവരി 3 വൈകുന്നേരം 3:32 കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രപ്പൊങ്കാല ഇടുന്നവർ, ലക്ഷ്മി പൂജ ചെയ്യുന്നവരൊക്കെ ഇന്നത്തെ ദിവസമാണത് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളിത് കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഈ ഒരു പൗർണമി അറിയപ്പെടുന്നത് ശാകംഭരി പൂർണിമ അല്ലെങ്കിൽ പൗഷ പൂർണിമ എന്നൊക്കെയാണ്. ശാകംഭരി ദേവി എന്ന് പറയുന്നത് ദേവി പാർവതിയുടെ തന്നെ മറ്റൊരു രൂപമാണ്. നമ്മുടെ ഭൂമിയിൽ പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും വളരെയധികം ഒരു കടുത്ത ക്ഷാമം ഏർപ്പെട്ട സമയത്ത് ദേവി പാർവതി ശാകംഭരി ദേവിയായിട്ട് ഭൂമിയിൽ അവതരിച്ചുവെന്നും നഷ്ടപ്പെട്ടു പോയ ഭൂമിയുടെ പച്ചപ്പ് വീണ്ടെടുത്തു കൊടുത്ത് പച്ചക്കറികളാലും പഴവർഗ്ഗങ്ങളാലും ഭൂമിയെ അലങ്കരിച്ചു എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഇവിടെയൊക്കെ ദേവിയെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ മുൻപിൽ വെച്ചിട്ടാണ് ആരാധിക്കുന്നത്. പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും രാജ്ഞിയാണ് ശാകംഭരി ദേവി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, നമ്മൾ വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ ചെയ്യാറുമുണ്ട്. ഇപ്പം രാവിലെ ശുക്രഹോര സമയത്ത്, ഉച്ചയ്ക്ക് ശുക്രഹോര സമയത്തൊക്കെ ലക്ഷ്മി പൂജ ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് സന്ധ്യയ്ക്ക് 8 to 9 വരുന്ന ശുക്രഹോര സമയത്താണ് ഞാൻ ഈ പറയുന്ന ഒരു വഴിപാട് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ, വിഗ്രഹം ഇതൊന്നും വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒരു നിലവിളക്ക് മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 8 to 9 വരുന്ന ശുക്രഹോര സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല, ഈ വീഡിയോ കാണുന്നത് ലേറ്റായി പോയാലും ഇന്ന് രാത്രി 10 മണിക്ക് മുൻപായിട്ട് ഇത് ചെയ്താൽ മതിയാവും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നാളെ 3:32 വരെയാണ് നമ്മൾക്ക് പൗർണമി തിഥി ഉള്ളത്. നമ്മളിത് വെള്ളിയാഴ്ചയല്ല കണക്കാക്കുന്നത്, പൗർണമി തിഥിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശനിയാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 7 മണിക്കുള്ളിലും, അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു സമയം നിങ്ങൾക്ക് പാലിക്കാൻ സാധിച്ചില്ല എങ്കിൽ ശനിയാഴ്ച 3:32 മുൻപുള്ള ഏതൊരു സമയത്തും ഈ ഒരു പരിഹാരം, അതായത് ഈ ഒരു വഴിപാട് വീട്ടിൽ ചെയ്യാവുന്നതാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും തുടച്ച്, അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്ത് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ചും ദേവിയെ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് അമ്മയ്ക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കുക. ഫോട്ടോ വിഗ്രഹം ഒന്നുമില്ലാത്തവർ നമ്മുടെ വീട്ടിൽ എവിടെയാണോ നമ്മൾ സാധാരണയായിട്ട് നിലവിളക്ക് കൊളുത്തുന്നത് ആ ഒരു നിലവിളക്ക് നന്നായി കഴുകി ശുദ്ധമാക്കിയെടുക്കുക. മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ നിലവിളക്കിന് തൊടുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. എന്തായാലും നമ്മളൊരു ബ്രാസിൻ്റെ തട്ടത്തിലായിരിക്കും നിലവിളക്ക് വെക്കുന്നത്. അപ്പം ആ ഒരു തട്ടത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ, തുളസിയില പോലും ഇല്ലാത്ത വീടുണ്ടാവില്ല. അപ്പം തുളസിയിലയോ നിങ്ങളുടെ വീട്ടിലെ പൂക്കളോ കൊണ്ട് നന്നായിട്ട് അലങ്കരിക്കുക. സാധാരണയായി നിങ്ങൾ 2 തിരി മാത്രമിട്ട് നിലവിളക്ക് കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പൗർണമി തിഥികളിൽ
5 തിരിയിട്ട് നെയ്യൊഴിച്ച് തന്നെ നിലവിളക്ക് കൊളുത്തണം. കൊളുത്തിയതിന് ശേഷം നമ്മൾ ഒരു സങ്കല്പം പോലെ മനസ്സിൽ മഹാലക്ഷ്മിയോട് പറയുകയാണ്. അതായത് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കെന്ന് പറയുന്നത് മഹാലക്ഷ്മി തന്നെയാണ്. അപ്പം നമ്മളൊരു സങ്കല്പം പോലെ മഹാലക്ഷ്മിയോട് പറയുകയാണ്, തുടർച്ചയായ 12 പൗർണമി തിഥികളിൽ ഞാൻ ഈ ഒരു വഴിപാട് അമ്മയ്ക്ക് ചെയ്തേക്കാം, എൻ്റെ വീട്ടിൽ ധനസമൃദ്ധി ഉണ്ടാക്കി തരണം എന്നുള്ളത്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും പീരിയഡ്സ് ആണ്, പുലയുണ്ട്, വാലായ്മയാണ്, അല്ലെങ്കിൽ അർജൻറ്റായിട്ടൊരു യാത്രയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേ പൂജ നമുക്ക് 30 വെള്ളിയിൽ ചെയ്യാം. അതായത് മലയാള മാസത്തിൽ വരുന്ന 30 വെള്ളി, ഇപ്പം മകരം വരുന്ന 30 വെള്ളിയുണ്ടല്ലോ, അന്ന് നിങ്ങൾക്ക് ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ തുടർച്ചയായി പൗർണമി തിഥികളിലാണ് ഞാൻ ഈ പറയുന്ന വഴിപാട് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പൗർണമി തിഥി വരുമ്പോൾ പുല വന്നു, വാലായ്മ വന്നു, പീരിയഡ്സായി, അല്ലെങ്കിൽ ഒരു യാത്ര പോയി അത് മുടങ്ങേണ്ടി വന്നു എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ആ മാസം വരുന്ന 30 വെള്ളിയിൽ നമുക്കിത് ചെയ്ത് കൗണ്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇനി 30 വെള്ളിയിൽ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ മുടങ്ങിപ്പോയാൽ ആ മാസം വരുന്ന പൗർണമി തിഥിയിൽ ഇത് ചെയ്ത് ഒന്നിച്ച് വെക്കാം. വേറെ വെള്ളിയാഴ്ചകളിലൊന്നും നമ്മൾക്കിത് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ തുടർച്ചയായ 12 പൗർണമി തിഥി, അല്ലെങ്കിൽ തുടർച്ചയായ 12 30 വെള്ളി. ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാസം മാറ്റി ചെയ്യാവുന്നതാണ്. അതിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ ചെയ്യേണ്ടത് 108 ഏലക്ക എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വേറെ യാതൊരു ഓപ്ഷനും ഇല്ല. ഏലക്ക തന്നെ വേണം. വേണമെങ്കിൽ ഏലക്കായ്ക്ക് കൗണ്ടിങ് നിങ്ങൾക്ക് കുറയ്ക്കാം. 108 എണ്ണം വാങ്ങാൻ പറ്റില്ല എന്നുള്ളവർ മാത്രം 27 ഏലക്ക എടുക്കുക. ബാക്കി പൂക്കൾ കൊണ്ടോ നാണയങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് അർച്ചന ചെയ്യാം. പക്ഷേ ഏലക്ക വളരെ വളരെ മസ്റ്റാണ്. നമ്മൾ മാസത്തിൽ ഒരിക്കൽ പൗർണമിയിൽ അല്ലെങ്കിൽ 30 വെള്ളിയിൽ മാത്രമാണിത് ചെയ്യുന്നത്. 108 ഏലക്ക തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഓരോ ഏലക്കയായിട്ടെടുത്ത് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം, ഓം പ്രകൃതിയേ നമ, ഓം വികൃതിയേ നമ എന്നുള്ള അമ്മയുടെ അഷ്ടോത്തരം ചൊല്ലി, നിങ്ങൾ നിലവിളക്കാണ് കൊളുത്തിയിട്ടുണ്ടെങ്കിൽ ആ നിലവിളക്കിന്, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോ വിഗ്രഹമാണെങ്കിൽ അതിനു മുൻപിൽ അമ്മയ്ക്ക് അർച്ചന ചെയ്യുക. ഒരു ബ്രാസിൻ്റെ പ്ലേറ്റോ വാഴയിലയോ വെറ്റിലയോ വെച്ചിട്ട് അതിലോട്ട് ഇത് ചൊല്ലി അർച്ചന ചെയ്താൽ മതിയാകും. അമ്മയുടെ 108 അഷ്ടോത്തരങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അത് ചൊല്ലാൻ താല്പര്യമില്ല എങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ചൊല്ലി അർച്ചന ചെയ്യുക. അർച്ചന ചെയ്തതിന് ശേഷം പൗർണമി തിഥി തീരുന്നതിന് മുൻപായിട്ട് അത് നമ്മൾ എടുക്കണം. എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതിലോട്ട് ഈ 108 ഏലക്ക, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഏലക്കയാണോ അർച്ചനയ്ക്കായിട്ട് ഉപയോഗിച്ചത് ആ ഏലക്ക ഇടുക. ഒരു പിടി കുങ്കുമം, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു പീസ് ഓഫ് പച്ചക്കർപ്പൂരം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. കണ്ടമാനം നമ്മൾ പൊടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് പൊടിഞ്ഞ് കിട്ടണം. ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതിയാവും. എന്നിട്ട് നമ്മൾ അതൊരു യെല്ലോ കളറിലെ ക്ലോത്തിലോട്ട് ഇടുക. യെല്ലോ കളർ ക്ലോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള കളർ തുണിയാണെങ്കിൽ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി ഉണക്കി എടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ അത് അതിനകത്തോട്ട് ഒരു കിഴിയായിട്ട് കെട്ടിയതിന് ശേഷം പൈസ വെക്കുന്നിടത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുക. അടുത്ത മാസം വരുന്ന പൗർണമി, അതായത് ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ പൗർണമി വരുമ്പം നമ്മൾ ആ കിഴി എടുത്തിട്ട് അതിനുള്ളിലുള്ള ആ ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തുളസി ചുവട്ടിൽ കൊണ്ടുപോയി കളയുക. അതാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ കളയാൻ സാധിക്കില്ലാത്തവർ ആരും ചവിട്ടാത്ത എവിടെയെങ്കിലും ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് കളഞ്ഞിട്ട് ആ തുണി കഴുകി ഉണക്കിയിട്ട് വീണ്ടും അടുത്ത പൗർണമിയിൽ ഇതേ കാര്യം 108 ഏലക്ക കൊണ്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഈ പൗർണമി മുതൽ അടുത്ത പൗർണമി വരെ ധനത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു റെമഡിയാണ് ഇത്. ഇതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞല്ലോ 108 ഏലക്കായാണ് ഏറ്റവും ശ്രേഷ്ഠം. അതില്ലെങ്കിൽ 11, 21, 27, 54 എണ്ണത്തിൽ ഏലക്ക എടുക്കാവുന്നതാണ്. പക്ഷേ പൗർണമി തിഥിയിൽ ഏലക്ക കൊണ്ട് നമ്മൾ മഹാലക്ഷ്മിയെ പൂജിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതേപോലെ തന്നെ പൗർണമി തിഥിയിൽ നമ്മൾ വെറ്റിലയിൽ സിൽവർ കോയിൻ വെച്ചിട്ടുള്ള പരിഹാരം ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഇന്നാണ് ചെയ്യേണ്ടത്. ഇന്ന് രാത്രിയാണല്ലോ പൂർണ്ണമായ പൗർണമി നിലാവ് ആകാശത്തുള്ളത്. അപ്പം നമ്മളൊരു വെറ്റില എടുക്കുക, അതിൻ്റെ ആ തണ്ട് നുള്ളിക്കളയുക, ഒരല്പം മഞ്ഞൾപ്പൊടി എടുക്കുക, അതിലോട്ട് പച്ചക്കർപ്പൂരം, ജവ്വ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് ശുദ്ധമായ ജലം അല്ലെങ്കിൽ റോസ് വാട്ടർ കൊണ്ട് മിക്സ് ചെയ്തിട്ട്
വെറ്റിലയിൽ നമ്മൾ സ്വസ്തിക് വരയ്ക്കണം. നമ്മൾ ഈ ഒരു മഹാലക്ഷ്മി പൂജ ചെയ്യുമല്ലോ, ആ ഒരു സമയത്ത് തന്നെ ഇത് ചെയ്താൽ മതി. അപ്പം നമ്മൾ മഹാലക്ഷ്മി ദേവിക്ക് എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ വെറ്റില എടുക്കുക, മഞ്ഞൾ കൊണ്ട് സ്വസ്തിക് വരയ്ക്കുക. ആ സ്വസ്തിക്കിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഒന്നെങ്കിൽ സിൽവർ നാണയം അല്ലെങ്കിൽ 5 രൂപയുടെ ഒരു കോയിൻ വെക്കുക. അതിനുശേഷം അത് മഹാലക്ഷ്മി ദേവിക്ക് മുൻപിലായിട്ട് നമ്മളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു വാഴയിലയുടെ പുറത്തോ അമ്മയ്ക്ക് മുൻപിൽ വെച്ചിട്ട് നമ്മൾ ഈ മഹാലക്ഷ്മി പൂജ നമ്മൾ ചെയ്യുകയാണ്. ഞാൻ ഈ പറഞ്ഞ 108 അഷ്ടോത്തരം ചൊല്ലി അമ്മയ്ക്ക് അർച്ചന ചെയ്യാം. ഒപ്പം തന്നെ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി പൂക്കളൊക്കെ സമർപ്പിക്കാം. ധൂപദീപ ആരതി എടുത്ത് അമ്മയ്ക്ക് നിവേദ്യമായിട്ട് ഈ പൂജയിൽ നമ്മൾ നിവേദ്യം സമർപ്പിക്കേണ്ടത് പാലാണ്. ശുദ്ധമായ പാല് കാച്ചി അതിൽ ഏറ്റവും ശ്രേഷ്ഠം പനങ്കൽക്കണ്ടം ഇട്ടിട്ട് നമ്മൾ വെക്കുന്നതാണ്. പനങ്കൽക്കണ്ടം കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാര മതിയാവും. അതിട്ട് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവും കൂടിയിട്ട് ആ പാലിലിട്ട് ദേവിക്ക് മുൻപിൽ സമർപ്പിക്കുക. ഇനി കുങ്കുമപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഇട്ടാലും മതിയാവും. അത് ദേവിക്ക് മുൻപിൽ സമർപ്പിച്ചതിന് ശേഷം പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പം അവിടുന്ന് ഈ വെറ്റിലയിൽ നമ്മൾ നാണയം വെച്ചിട്ടുണ്ടല്ലോ, 5 രൂപ നാണയം അല്ലെങ്കിൽ സിൽവർ കോയിൻ, അതുമായിട്ട് വീടിന് വെളിയിൽ വരിക. നല്ല നിലാവ്, ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ബാൽക്കണിയിൽ വെക്കാവുന്നതാണ്. ബാൽക്കണിയിൽ വെക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ജനലിൻ്റെ സൈഡിലായിട്ടും വെക്കണം. നമുക്ക് ആ ഒരു ചന്ദ്രൻ്റെ കിരണങ്ങൾ ആ ഒരു കോയിനിൽ പതിയണം, അതാണ് വേണ്ടത്. അപ്പം അത് നമ്മൾ അതേപോലെ തന്നെ സെക്യൂറായിട്ട് സൂക്ഷിച്ചു കൊണ്ടുപോയി വെക്കുക. പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച, നമ്മൾ സൂര്യ ഉദയത്തിന് മുൻപ്, അതായത് ഒരു 5:30-ക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ആ ഒരു കോയിൻ വെളിയിൽ നിന്ന് എടുക്കണം. ചന്ദ്രഭഗവാന്റെ കിരണങ്ങളേറ്റ് 5 രൂപ നാണയം അല്ലെങ്കിൽ സിൽവർ കോയിനിൽ നല്ല പോണം അത് എനർജൈസ്ഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും. നമ്മൾ അത് ആ ഒരു വെറ്റില കൊണ്ട് തന്നെ മടക്കണം, വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട. വെറ്റില അപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് വാടിയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോയിനുമായിട്ട് വെറ്റില മടക്കാൻ വളരെ ഈസി ആയിരിക്കും. അത് മടക്കി നമ്മൾ പൈസ വെക്കുന്നിടത്ത് കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചാൽ മതിയാകും. ഇത് എല്ലാ മാസവും കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ചെയ്താൽ മതിയാകും. തുടർച്ചയായിട്ട് എല്ലാ പൗർണമികളിലും നമ്മളിത് ചെയ്യുമ്പം സംഭവിക്കുന്നത് ആ ഒരു വെറ്റില മാറ്റിയാൽ മതി. അതിൽ പകരം കോയിനൊന്നും നമ്മൾ മാറ്റേണ്ട. എല്ലാ മാസവും ആ വെറ്റില മാറ്റി പുതിയ വെറ്റില എടുത്ത് സ്വസ്തിക്ക് വരച്ച് നാണയം വെച്ചിട്ട് ഇതുപോലെ കൊണ്ടുവെക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ചന്ദ്രഭഗവാന് അർഘ്യം കൊടുക്കുന്നവരാണെങ്കിലും ഇതേ സമയത്ത് നമ്മൾ ചന്ദ്രന് അർഘ്യം കൊടുത്താൽ മതിയാകും. ഒരുപാട് പേർക്ക് എങ്ങനെയാണ് ചന്ദ്രഭഗവാന് അർഘ്യം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു സംശയമുണ്ട്. നമ്മൾ ലക്ഷ്മി പൂജയൊക്കെ കഴിഞ്ഞ് വീടിന് വെളിയിലോട്ട് ഈ ഒരു വെറ്റിലയും നാണയവും വെക്കാൻ വരുമ്പം താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് ഒരു ബ്രാസ്, കോപ്പർ അല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെ ഗ്ലാസ് ആണെങ്കിലും മതിയാവും. അതിൽ വെള്ളം എടുക്കുക. അതിലോട്ട് ആ വെള്ളത്തിൻ്റെ കളറ് നല്ല വൈറ്റ് കളർ ആകുന്നിടം വരെ നമ്മൾ പാലൊഴിക്കുക. അതിനുശേഷം നല്ല മണമുള്ള പുഷ്പം ഉണ്ടെങ്കിൽ അതും പച്ചരിയും ഇടാവുന്നതാണ്. ഇട്ടതിന് ശേഷം ഇതുപോലെ ചന്ദ്രഭഗവാന് നേരെ കാണിച്ച് നമ്മൾ ഒന്നെങ്കിൽ ഓം സോമായ നമ എന്നുള്ള അല്ലെങ്കിൽ ഓം ചന്ദ്രദേവായ നമ എന്നുള്ള മന്ത്രം ചൊല്ലി നമ്മൾ അത് ചന്ദ്രദേവന് സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾ ആരും ചവിട്ടാത്തിടത്താണ് ആ വെള്ളം വീഴുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിലത്ത് തന്നെ വീണോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നമ്മളിങ്ങനെ പൊക്കി ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ പാത്രത്തിലോട്ട് തന്നെ വന്ന് വീഴുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. കാരണം നമ്മൾ ചവിട്ടുന്നിടത്ത് ആ വെള്ളം വീഴാനായിട്ട് പാടില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം ധൂപദീപ ആരതിയൊക്കെ ചന്ദ്രഭഗവാൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്. ധൂപ ആരതി സാമ്പ്രാണി കൊണ്ടുള്ള ആരതിയാണ്. ദീപ ആരതി എന്ന് പറയുന്നത് നെയ്ദീപ ആരതിയാണ്. ഒന്നെങ്കിൽ നെയ്ക്കട്ടയുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ആരതി എടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ നെയ്യിൽ മുക്കിയ തിരി കൊണ്ട് കത്തിച്ച് അതുകൊണ്ട് ഭഗവാൻ ആരതി എടുക്കാം. അതിനുശേഷം നമ്മൾ ലക്ഷ്മി ദേവിക്ക് അവിടെ സമർപ്പിച്ചിട്ടുള്ള പാലുണ്ടല്ലോ, ആ പാല് ചന്ദ്രഭഗവാനും നിവേദ്യമായിട്ട് സമർപ്പിക്കാം താല്പര്യമുള്ളവർക്ക്. അതിനുശേഷം കർപ്പൂര ആരതിയും കൂടി എടുത്ത് ചന്ദ്രഭഗവാനോട് എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ചന്ദ്രദശയുള്ളവരും അതേപോലെ ജാതകത്തിൽ ചന്ദ്രന് മൗഢ്യമുള്ളവരും ദോഷമുള്ളവരും ചിത്തിര നാളുകാരും മകയിരം അത്തം നാളുകാരും ഒക്കെ ചന്ദ്രഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇതും ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പൗർണമി തിഥിയിൽ ചെയ്യുന്നത് നമ്മുടെ ലൈഫിലോട്ട് ഒരുപാട് നല്ല ഐശ്വര്യം കൊണ്ടുവരും. അതേപോലെയാണ് പൗർണമി തിഥികളിൽ നമ്മൾ ചെയ്യുന്ന വിളക്ക് പൂജ. ഞാൻ അതിനെക്കുറിച്ചും ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതും നമുക്ക് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്.
ഇതെല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൗർണമി തിഥിയിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വർഷത്തിൻ്റെ തുടക്കമാണ്. നമ്മൾ തന്നെ മനസ്സ് വെച്ച് നമ്മുടെ ലൈഫിലോട്ട് ഐശ്വര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ ഐശ്വര്യകോല ലക്ഷ്മി പൂജ അത് നിങ്ങൾക്ക് ഇന്ന് ചെയ്തു തുടങ്ങാവുന്നതാണ്. തുടർച്ചയായ 8 വെള്ളിയാഴ്ചകളാണ് നമ്മളിത് ചെയ്യേണ്ടത്. നമ്മുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള ധനവരവിനും സമ്പൽ സമൃദ്ധിക്കും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഐശ്വര്യകോല ലക്ഷ്മി പൂജ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതും നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും തുടക്കം തന്നെ നമുക്ക് വെള്ളിയും പൗർണമിയും കൂടി ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 108 ഏലയ്ക്ക കൊണ്ടുള്ള പൂജ തുടങ്ങാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ് ഇന്ന് ചെയ്യാത്തവർക്ക് നാം പറഞ്ഞു നാളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 3:32 ഉള്ളിൽ ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ വെറ്റിലയിൽ സ്വസ്തിക്ക് വരച്ചിട്ടുള്ള പരിഹാരവും നമുക്ക് വെള്ളിയും പൗർണമിയും കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് തന്നെ അതും നിങ്ങൾക്ക് ഇതുവരെയും ചെയ്യാത്തവർക്ക് ഇന്നു മുതൽ ചെയ്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കൂ. തീർച്ചയായിട്ടും നിങ്ങളിലോട്ട് നല്ല ധനവരവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.